അമേരിക്കയ്ക്ക് മറുപടിയായി പകരം തീരുവ ചുമത്തണമെന്ന നിർദ്ദേശം കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്തേക്കും. ഭാരതത്തിന് 50% തീരുവ ചുമത്തിയതിന് പകരം നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. യുക്രൈൻ വിഷയത്തിൽ റഷ്യയും അമേരിക്കയുമായുള്ള ചർച്ചകൾ ഭാരതം പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. നന്ദൻ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. രഹി അകാരണമായി ഏകപക്ഷീയമായി ഭാരതത്തിനെതിരെ തീരുവ ചുമത്തിയ അമേരിക്കൻ നടപടി, ആ അമേരിക്കൻ നടപടിക്ക് ശക്തമായ മറുപടി നൽകണമെന്നുള്ളത് ഭാരതത്തിൻ്റെ ആകെ വികാരമാണ്. അത് ഇതിനോടകം തന്നെ ഈ പ്രതിപക്ഷത്തുള്ള ശശി തരൂരിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ ആ ഒരു വികാരം സർക്കാർ കൂടി ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു വിഷയം ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. അടുത്ത ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയുണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷേ പ്രത്യേക മന്ത്രിസഭായോഗം, സാധാരണഗതിയിൽ ബുധനാഴ്ചകളിൽ മന്ത്രിസഭായോഗത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അതേസമയം ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരുപക്ഷേ നേരത്തെ തന്നെ പ്രത്യേക മന്ത്രിസഭായോഗം വിളിച്ചുകൊണ്ട് ഇതിലൊരു തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ ഈ അമേരിക്ക എടുത്ത ഈ തെറ്റായ തീരുമാനത്തിൽ വലിയ രീതിയിൽ അത് സാധാരണക്കാരെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വ്യവസായികൾ, ചെറുകിട വ്യവസായികളെ പോലും ബാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലെതർ ഉൽപ്പന്നങ്ങൾ, ജ്വല്ലറി ഉൽപ്പന്നങ്ങൾ, അതേപോലെ തന്നെ സാൻഡിൽ പ്രോഡക്ട്സ്, ഇതിനെല്ലാം തന്നെ വലിയ രീതിയിൽ വില കൂടുന്ന ഒരു സാഹചര്യമാണ്. സമാനമായ രീതിയിൽ അമേരിക്കയുടെ ഇറക്കുമതി സാധനങ്ങൾക്കും ഇത്തരം തീരുവ ചുമത്തണമെന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഡ്രോൺ അടക്കമുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ ഐഫോൺ അടക്കമുള്ള മറ്റ് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉപകരണങ്ങൾക്കും സാധനങ്ങൾക്കും സമാനമായ രീതിയിൽ തീരുവ ചുമത്തണം. തിരിച്ചതേ നാണയത്തിൽ തന്നെ മറുപടി നൽകണമെന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ അത്തരമൊരു വികാരമാണ് നിലനിൽക്കുന്നത്. സർക്കാർ തരത്തിൽ അത്തരമൊരു തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് മന്ത്രിസഭയുമായി കൃത്യമായി കൂടിയാലോചിക്കേണ്ടിയിരിക്കുന്നു. അതിനായി ഒരുപക്ഷെ പ്രത്യേക മന്ത്രിസഭയോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മറുപടിയായി പകരം തീരുവ ചുമത്തണമെന്ന നിർദ്ദേശം കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്തേക്കും. ഭാരതത്തിന് 50% തീരുവ ചുമത്തിയതിന് പകരം നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇതോടുകൂടിയാണ് ഈ വിഷയം ചർച്ചയ്ക്ക് ആധാരമാകുന്നത്. യുക്രൈൻ വിഷയത്തിൽ റഷ്യയും അമേരിക്കയുമായുള്ള ചർച്ചകൾ ഭാരതം വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നുമുണ്ട്. എസ് നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ ഈ ജോൾസിനെ കാണാൻ എം വി ഗോവിന്ദൻ പോയതുമായി ബന്ധപ്പെട്ട് ശ്രീധരൻ നമ്പ്യാർ എന്ന പ്രേക്ഷകൻ ഒരു കമൻറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരാളെ കാണാൻ പോയത് ജോൾസനായതുകൊണ്ട് കാണാൻ പാടില്ലേ, അവർ കാണാൻ പോയത് എന്താണ് തെറ്റ് എന്ന്. ഈ സ്വയം അവിശ്വാസികളാണ് അല്ലെങ്കിൽ നിരീശ്വരവാദം പറയുമ്പോഴാണ് പ്രശ്നങ്ങളാകുന്നത്. അല്ലാതെ ആർക്കും വിശ്വാസിയാകാം. അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം ശ്രമിക്കുമ്പോൾ അത് പ്രശ്നമാകുന്നു. അത് പൊതുജനങ്ങൾ ചൂണ്ടിക്കാട്ടും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്.